നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ എത്രയെല്ലാം വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്ത വാർത്ത. ലഹരി സംഘത്തെ പിടികൂടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പ്രധാന കണ്ണികൾ പദ്ധതിയിടുന്നെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. കോഴിക്കോട് നഗരത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചാണ് ലഹരി സംഘത്തിന്റെ നീക്കം. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാണ് തീരുമാനം. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം വ്യാപകമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണങ്ങൾ പ്രധാന കണ്ണികൾക്കെതിരെയാകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്നവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ലഹരി സംഘത്തെ പിടികൂടുമ്പോൾ പിടികൂടിയ ഉദ്യോഗസ്ഥരുടെ പേരുകളും ചിത്രങ്ങളും പ്രസിദ്ധപ്പെടുത്താറുണ്ട്. ഇത്തരത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കും ലഹരി സംഘത്തിലെ പ്രധാനികൾ. പ്രധാനമായും ഡാൻസ് ഓഫിലെ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരം ലഹരി മാഫിയകൾ നോട്ടം വെച്ചിരിക്കുന്നത്. ഇതോടെ ലഹരി കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാനാണ് തീരുമാനം. നിരന്തരമായി ലഹരി പിടികൂടുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ഇവർക്കെതിരെ പദ്ധതിയിടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മാത്രം കോഴിക്കോട് നഗരത്തിൽ 2094 പേർ ലഹരിയുമായി പിടിയിലായി. ഉറവിടം അന്വേഷിച്ചു പോകുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് എത്തുന്നത്. എന്നാൽ സംസ്ഥാനങ്ങൾ തോറും മലയാളി ഏജന്റുമാരടക്കം ലഹരി മാഫിയയിലുണ്ട്. വലിയ അളവിലുള്ള ഒരു കേസ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉറവിടം അന്വേഷിച്ചു പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പതിവ് രീതിയാണ്. രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതോടൊപ്പം വലിയ കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന ലഹരി മാഫിയെ പൂട്ടാനുള്ള ശ്രമത്തിലുമാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.